എന്തിനാ വരാൻ പറഞ്ഞത്? അനെ ഈ റോഡ് പണി കാണിച്ചു തരാൻ വേണ്ടിട്ട് വിളിച്ചതാ. 2-3 മാസമായി. ഇത് എടുത്തൊരു പണിയാണല്ലോ അത്. ഒന്ന് നോക്കാജ്. ഈ റോഡ് പണി 150 മീറ്ററാണ്. ഈ 150 മീറ്ററിന് പിന്നെ ഞാൻ അത്യാവശ്യം 2 അടി പൊന്തിച്ചു കോൺക്രീറ്റ് പിന്നെ മണ്ണൊക്കെ ഇട്ട് ശരിയാക്കിയതാണ്. ഞാൻ അന്ന് പറഞ്ഞത് 10-30 ലക്ഷം ഉൾപ്പെടെ ബഡ്ജറ്റ് വരും. അപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത് ഒരു ലാസ്റ്റ് പണി കഴിഞ്ഞ് വന്നത് എനിക്ക് ആകെ കിട്ടി 21 ലക്ഷം ഉറുപ്പ്യാണ്. അത് നിങ്ങൾ ചോദിച്ചില്ല. നിങ്ങൾ പണിക്കാരെ പിടിച്ച് മരത്തിനുള്ളൂ. എന്നെ പിടിച്ച് മരത്തിട്ട് കാര്യമില്ല. ഞാൻ അതിനുള്ള പണി എടുത്തിട്ടുണ്ട് ഇവിടെ. നിങ്ങൾ റോഡ് പൊളിഞ്ഞെന്നുള്ളത് നിങ്ങളെ പോരാത്തില്ല. അത് നിങ്ങളായി നിങ്ങളെ പാടായി. ഞാൻ ഇതിൻ്റെ പണി വൃത്തി പൈസക്ക് പണിയിട്ടുണ്ട്. പിന്നെ ഞാൻ അരിച്ചാൽ കെട്ടണം. ഡാറിങ് ചെയ്യുമ്പോൾ അത് സ്ട്രോങ് ചെയ്യണം. ഞാൻ പറഞ്ഞു ഡാറിങ് വേണ്ട, കോൺക്രീറ്റ് ചെയ്യാം. ഒരു 5-6 കിണറ്റിൽ കോൺക്രീറ്റ് ചെയ്യാം. അപ്പോൾ വേണ്ട പറഞ്ഞു. നിങ്ങളിപ്പോൾ എന്താന്ന് പറഞ്ഞില്ലേ, കോൺക്രീറ്റ് ഡാറിങ് വേണ്ട, കോൺക്രീറ്റ് വേണ്ട, കോൺക്രീറ്റ് ചൂടായല്ലോ. ഇക്ക് എത്ര കിട്ടി അല്ലെങ്കിൽ എത്ര ഉറുപ്പ്യായി എന്നുള്ളതൊന്നും അറിയില്ല. ഞങ്ങളെല്ലാവരും ഇവിടെ ഒരു കൂട്ടായ്മയാണ്. അവർക്ക് വേണ്ടിയിട്ട് റോഡിന് വേണ്ടി സമീപിച്ചിട്ട് ചെയ്യിപ്പിച്ചാണ് എന്നെ കൊണ്ട്. ഇപ്പൊ എന്റെ റോഡിന്റെ ഈ കോല എനിക്ക് എത്ര പൈസ കിട്ടിയെന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഇതൊന്നും ഒരു ക്ലിയർ അല്ല. ഇത് കണ്ടില്ല പൊളിഞ്ഞിക്കണ്. നിങ്ങൾക്ക് എന്തൊക്കെ പാടെ എത്ര ഉറുപ്പ്യ കിട്ടണം ഈ റോഡ് പണി എടുത്തു കഴിഞ്ഞാല്? അതാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഇന്നെ പിടിച്ച് മറ്റുകാരില്ല. എനിക്ക് വേണ്ട പറ്റ ആൾക്കാരെ കണ്ട് ഞാൻ പിടിച്ചിട്ടു. നിങ്ങൾ ഇന്നെ പിടിച്ച് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു വേണ്ട. ഞാനാണ് ഈ റോഡിന് വേണ്ടിട്ട് മുന്നിട്ടിറങ്ങിയത്. ഇക്കിപ്പോ കടന്നുറങ്ങാനും സുഖം തൊഴിലോ കിട്ടണില്ല. ഇത് ഈ കോളനി റോഡാന്നുള്ളത് അറിയണല്ലേ. അപ്പൊ ഇത് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുക, അല്ലാതെ ഒരു പാർഗോ അല്ലാതെ എന്തെങ്കിലും ചെയ്തിട്ട് ശരിയാക്കുക. കോൺട്രാക്ടർമാർക്ക് യഥാർത്ഥ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ അത് കോൺട്രാക്ടർമാര് അതുമാതിരി പണിയെടുക്കുള്ളൂ. അല്ലാതെ നിങ്ങൾ തോന്നിയമാര് ഇങ്ങനെ ഇത്ര പൊന്തണം അത്ര പൊന്തണം നടക്കൂല. എനിക്ക് കിട്ടിയ പൈസക്കുള്ള പണി എടുത്തു. ഞാൻ ഈ ആളെ കൂട്ടേണ്ട വല്ല ആവശ്യമുണ്ടോ? അത് പറയാം. നിങ്ങൾ ഭീഷണിപ്പെടുത്തും വേണ്ട. ഞങ്ങൾക്കും ആൾക്കാരുണ്ട്. ഞാനും വിളിച്ചു വരുത്തും. ഞാൻ പോവാ. നിങ്ങൾ എന്തൊക്കെ കാട്ടുപോയി.